പല മരുന്നുകൾ ട്രൈ ചെയ്തിട്ടും കുറയാത്ത താരൻ ഈ ഒരൊറ്റ പാക്ക് കൊണ്ട് എൻ്റെ ഒരു പേഷ്യൻറ്റിന് കുറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കൂടെ എൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാം. അതിനായിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് ഒരു 2 സ്പൂൺ, നിങ്ങളുടെ ഹെയറിനനുസരിച്ച് നിങ്ങൾക്കത് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം, ഉലുവയിട്ട് അത് വെള്ളം ഒഴിച്ച് രാത്രി കുതിരാൻ വെക്കുക. ഹോസ്റ്റലേഴ്സ് വിഷമിക്കേണ്ട, നിങ്ങൾക്കിത് ഉലുവ പൊടിച്ച് കൊണ്ടുപോയി പച്ച ഉലുവ പൊടിച്ചത് ഇട്ട് വെക്കാം. രാവിലത്തെ അത് കുതിർന്നതിന് ശേഷം നമുക്കതൊന്ന് അരച്ചെടുക്കാം. അതൊന്ന് ജസ്റ്റ് അരഞ്ഞു വരുമ്പോഴത്തേക്കും ഈ ഒരു വലിപ്പമുള്ള നേരത്തെ മുറിച്ച് വെച്ച അലോവേര, അതിൻ്റെ ഫ്ലഷും കൂടെ ചേർക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഉലുവ പൊടി ഉപയോഗിക്കുമ്പം കടയിൽ നിന്ന് വാങ്ങിയ അലോവേര ജെല്ല് ഹെയറിന് യൂസ് ചെയ്യാവുന്ന അതൊരു 1 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അതുകൂടെ ചേർത്ത് ഇതിലേക്ക് നമുക്കൊരു 2 സ്പൂൺ കട്ട തൈരും കൂടെ ചേർക്കണം. അതുകൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊരു പേസ്റ്റ് ഫോമിൽ അരച്ചെടുത്തുകൊണ്ട് വരാം. നമുക്ക് ഭയങ്കര തിക്കായാൽ ഇത് കുതിർത്ത വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മുടെ ഏറ്റവും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു തുണിക്കകത്തൊരു നല്ല വൃത്തിയുള്ള തുണിക്കകത്ത് ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇല്ലെങ്കിൽ താരനേക്കാൾ കൂടുതൽ ഈ ഒരു ഉലുവയുടെ പൊടി തലയിലാവും. പിന്നെ ഡോക്ടറെ ഉലുവപ്പൊടിയാണ് തല മൊത്തമെന്നും പറഞ്ഞ് ആരും വരില്ല കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഈ ഹോസ്റ്റലേഴ്സ് പൊടി ഉപയോഗിക്കുമ്പോഴും കുതിർന്നതിന് ശേഷം ഇതെല്ലാം തന്നെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി പിഴിഞ്ഞെടുക്കുക. നന്നായിട്ടത് പിഴിഞ്ഞ് എടുത്തതിന് ശേഷം നമ്മളതിനകത്തോട്ട് നിങ്ങൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഏത് ഹെയർ ഓയിലാണോ അതൊരു 1 സ്പൂൺ ചേർക്കുക. ഇല്ലെങ്കിൽ ഡ്രൈ ആൻഡ് ഫ്രിസി ആവും ഹെയർ. അപ്പോൾ ഇത് നന്നായിട്ട് 1 സ്പൂൺ ഹെയർ ഓയിലോട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഹെയറിലും സ്കാൽപ്പിലും ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എങ്ങനെ ഉപയോഗിക്കുന്നതെന്നൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.